ഓരോ ദിവസങ്ങളും പിറവിയെടുക്കുന്നത് ദുഃഖിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന വാർത്തകളുമായിട്ടാണ്. വയനാട്ടിൽ 100 കണക്കിന് ആളുകളാണ് പ്രളയ ദുരിതത്തിൽ അകപ്പെട്ടു പോയത്. ഒപ്പം തന്നെ അനേകർ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുക. കൂട്ട വിലാപമാണ് ആ സ്ഥലത്തു നിന്ന് ഉയരുന്നത്. പല സമയങ്ങളിലും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്, നമ്മുടെ ഹൃദയത്തെ അലിയിക്കാറുണ്ട്, നമ്മുടെ കണ്ണുകൾ നനയാറുണ്ട്. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളതിനെ ദൈവശാപമായിട്ടോ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടോ ഒക്കെ കാണാറുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല. പ്രകൃതി ദുരന്തങ്ങൾ ഇന്നും എന്നും എക്കാലത്തും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ പരിണതഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാണുമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്താതെ, പഴിചാരാതെ, മറ്റുള്ളവർക്ക് ശിക്ഷകളും പ്രശ്നങ്ങളും വരുമ്പോൾ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവശിക്ഷയാണെന്നൊക്കെ നാം പറയാതെ, അതിനേക്കാളെല്ലാം ഉപരിയായി മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, നിരാശപ്പെടുന്നവർ, പ്രതിസന്ധിയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നാം സമയം മാറ്റിവെക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. ഒപ്പം നമ്മളാൽ ആവോളം കൈ തുറന്ന് സഹായിക്കാൻ കഴിയുന്നെങ്കിൽ അതും ഒരു അനുഗ്രഹമാണ്. വിശുദ്ധ ബൈബിളിൽ തന്നെ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഗോപുരം ഇടിഞ്ഞു വീണ് തകർന്നു വീണ് മരിച്ചുപോയ അവരെക്കാളും നമ്മൾ നീതിമാന്മാരൊന്നുമല്ല. നമ്മളാരും തന്നെ അങ്ങനല്ല. ദൈവത്തിൻ്റെ സ്നേഹവും ദയയും കൊണ്ടാണ് ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്നത്. നമുക്ക് ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും ദിവസങ്ങളും ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. നമ്മുടെ സമശിഷ്ടങ്ങളും നമ്മളെക്കാൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ അനുദിനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, എനിക്കെന്തിനാണ് ഒരു ദിവസം കൂടെ തന്നിരിക്കുന്നത്? നിൻ്റെ പദ്ധതിയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യുവാൻ എന്നെ പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഒപ്പം തന്നെ നമ്മുടെ സമശിഷ്ടങ്ങളോട് ഒരുമിച്ച് നമുക്ക് ദുഃഖിക്കാം, ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. 1-2 ജീവനുകളല്ല, 100 കണക്കിന് ജീവനുകളാണ് ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. പിതാവ് നഷ്ടപ്പെട്ട മക്കളും, മാതാവ് നഷ്ടപ്പെട്ട മക്കളും, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവും, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുമെല്ലാം അലമുറയിട്ട് കരയുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഗോഡ് ഈസ് ഓൺ കൺട്രോൾ. ദൈവം ഇതിൻ്റെ എല്ലാം മധ്യത്തിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കരമുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാ സമയത്തും നമ്മളെ ഭരിക്കട്ടെ. ഇന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. അതിനേക്കാൾ ഉപരി ഒരല്പസമയം ഈ ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രളയകെടുതിയിലുമൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അനേക ആളുകൾ പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. അവരെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരായി വിവിധ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാകണം. ദൈവം അവർക്ക് അമിതമായിട്ടുള്ള ബലവും ശക്തിയും കൊടുക്കണം. അപകടങ്ങളും പ്രതിസന്ധികളും വഴിമാറിപ്പോകണം. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്പസമയം മാറ്റിവെക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഒപ്പം നമ്മയെല്ലാം ദൈവം പ്രകൃതി ദുരന്തത്തിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉയരട്ടെ. ഭയം വേണ്ട. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പം ഭയമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഭയം വേണ്ട. കർത്താവാണ് നമ്മുടെ ജീവൻ്റെ ഉടയവൻ. അവനാണ് നമ്മളെ കാത്തുപരിപാലിക്കുന്നത്. അതുകൊണ്ട് ആശങ്കകൾ ഒഴിവാക്കി, ഭയം ഒഴിവാക്കി, ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിച്ച്, കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ആയുസിൻ്റെ ഉടയവൻ അങ്ങാണ്, അങ്ങറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നുള്ള അങ്ങയുടെ വാഗ്ദത്ത വചനം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രഭാതവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ആരോഗ്യത്തോടെ നിർത്തട്ടെ. വിശ്വാസത്തോടെ പറ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ തലമുറ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ചാർച്ചക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, ദുരിതത്തിലും പ്രതിസന്ധിയിലും നിരാശയിലും മരണത്തിൻ്റെ വേദനയിലുമായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, തകർന്നുപോയ കുടുംബങ്ങൾ. അവരെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ടുപോയ, ഉടയവർ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന അനേക ആളുകളുണ്ട്. അവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യാശയും ധൈര്യവും പകരണം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ പകലും ആരോഗ്യത്തോടെ ഞങ്ങളെ നിർത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.